ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിവിടെ കപ്പയും മത്തിക്കറിയും കഴിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നാളായി കഴിച്ചിട്ട് മത്തി കിട്ടുവാണെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ ചിക്കൻ വാങ്ങാം എന്നുള്ള പ്ലാനിലായിരുന്നു ഇറങ്ങിയത്. രാവിലെ കുറച്ച് നേരത്തെ ചീനിയും മീനും വാങ്ങാൻ വേണ്ടി ഇറങ്ങി. ചെന്നിട്ട് ചിക്കൻ സ്റ്റൂവും വയ്ക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ടൗണിൽ എത്തിയപ്പോൾ ഇഡ്ഡലിയും കഴിച്ചു, സാമ്പാറും ചമ്മന്തിയും കൂടെ കഴിച്ചിട്ടാണ് കപ്പ വാങ്ങാൻ വേണ്ടി പോയത്. അങ്ങനെ കപ്പയും ചിക്കനും വാങ്ങിച്ചു. മത്തി കിട്ടിയില്ല. കപ്പയൊക്കെ അരിഞ്ഞ് വേവിച്ചു. ചിക്കൻ കറി കുറച്ച് സിമ്പിളായിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും സിമ്പിളായിട്ട് എന്തായാലും ഇനി ചിക്കൻ കറി വയ്ക്കാൻ പറ്റത്തില്ല. ചിക്കൻ കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കറിക്ക് ചേർക്കാൻ ആവശ്യമുള്ള മസാലകളെല്ലാം അങ്ങ് ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി തൈരോ അല്ലെങ്കിൽ നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 15 മിനിറ്റ് വെക്കണം. ഇനി എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുക്കണം. അതിനകത്തിലെ വെള്ളമൊക്കെ എപ്പോഴത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. പിന്നെ നമുക്കിതിലേക്ക് ഇത്തിരി എണ്ണയും കൂടെ ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, നല്ല കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വലിയ സവാള, ഒരു പിടി കറിവേപ്പില, ഒരു പിടി മല്ലിയില, ഒരു ഇത്തിരി പുതിനയില, കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളവും പിന്നെ നമ്മൾ ആ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന പാത്രം കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി അടച്ചു വെച്ച് ഒരു 3 വിസിൽ. എൻ്റെ കുക്കറിന് 3 വിസിൽ വേണ്ടി വന്നു കേട്ടോ. അത്രയും വേണ്ടെങ്കിൽ 2 വേവുമെന്നുണ്ടെങ്കിൽ 2 വിസിലടിച്ചാൽ മതി. എന്നിട്ട് എയറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗരം മസാലയും ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ചാറ് ആവശ്യത്തിന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വെന്ത് വയണ്ട് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. എനിക്ക് ഈ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴേ ചാറ് നല്ലോണം ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ചീനിയുടെ മുകളിലോട്ട് ഇച്ചിരി കഷ്ണവും ഇച്ചിരി ചാറും കൂടെ ഒഴിച്ച് നമുക്കൊരു അങ്ങോട്ട് കഴിക്കാം.